ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 150ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് എന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് വിത്ത് റേഡിയസ് 10. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 6, 9, 5, 9, 6, 8 ഈസ് within the circle, outside the circle, or on the circle. Second sub question: write the coordinates of 8 points on this circle. Center at the origin എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് സർക്കിളിനുള്ളിലാണോ പുറത്താണോ അതോ ഓൺ ദ സർക്കിൾ ആണോ, അതുപോലെ സർക്കിളിലുള്ള 8 പോയിന്റ്സ് കൂടെ കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ സർക്കിൾ വരച്ചു. ഇത് 10 ഇവിടുന്ന് ഇത് 0, 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. 0, 0. അപ്പോൾ ഇത് -10, ഇങ്ങോട്ട് -10, ഇവിടെ എക്സിൽ 10 സെൻറ്റിമീറ്റർ. ഇത് നമുക്കിവിടെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കിളിലെ പോയിന്റ്സ് നമുക്ക് ഇവിടെ -xy ആയിരിക്കും. കാരണം ഇത് x ആക്സ് ഇവിടെ മൈനസ് ആണ്, y ആക്സ് പോസിറ്റീവ്. x, y നിൽക്കാം. എക്സും വൈ ഇവിടെ പോസിറ്റീവ് ആണ്. ഇവിടെ എക്സ് മൈനസ് ആണ്, വൈ മൈനസ് ആണ്. -x -y ഈ പോയിന്റ്. അതുപോലെ ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്, പക്ഷേ വൈ ഇവിടെ മൈനസ് ആണ്. x -y ഇങ്ങനെയായിരിക്കും നമുക്ക് പോയിന്റ് ഉണ്ടാവുക. ഇവിടെ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ്. ആദ്യത്തേത് 6, 9. ഒന്നാമത്തേത് പോയിന്റ് 6, 9. ഈ പോയിന്റ് സർക്കിളിനുള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 0, 0 എന്നുള്ള പോയിന്റ് സെൻറ്റർ ആണ്. അപ്പോൾ 0, 0 എന്ന ഒറിജിനിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അകലെ ആയിരിക്കും ഈ പോയിന്റ് എങ്കിൽ അത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. 10 സെൻറ്റിമീറ്ററിൽ കുറവാണെങ്കിൽ ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. 10 സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഔട്ട് സൈഡ് സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് എത്ര അകലെയാണ് സെൻറ്ററിൽ നിന്നും എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്കിവിടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 6, 9 ആൻഡ് 0, 0. ഇത് ഡിസ്റ്റൻസ് കാണാൻ ഡിസ്റ്റൻസ് d = എന്ന് എഴുതുന്നു. √(x² + y² ആണ്. കാരണം 0, 0 ആയതുകൊണ്ട് നമുക്ക് x1 - x2 ആ ഇക്വേഷൻ്റെ ആവശ്യമില്ല. കാരണം മൈനസ് ചെയ്താലും 0 ആണ് മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് x² + y² എന്നാണ് ഡയറക്റ്റ് എടുത്തു. അത് = .6ഉം 9ഉം ആണ്. അപ്പോൾ 6² + 9² = 36 + 81 = √117 ആണ്. അപ്പോൾ ഈ √117 എന്ന് പറയുന്നത് എന്തായാലും 10നേക്കാൾ കൂടുതലാണ്. √117 ഈസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഇത് 10 യൂണിറ്റ്, അതാണ് റേഡിയസ്. അതിനേക്കാളും അകലെയായിരിക്കും. അപ്പോൾ ഇതെന്തായാലും സർക്കിളിന് പുറമേ ആയിരിക്കും. The point 6, 9 outside the circle. ഇനി അടുത്ത പോയിന്റ് 5, 9 ആണ്. 5, 9. അതിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. d = √5² + 9² ആണ്. അത് = 25 + 81 ആണ്. √106 ഗ്രേറ്റർ ദാൻ 10 ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം 5, 9 ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി അടുത്തത് പോയിന്റ് 6, 8 ആണ്. 6, 8. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. d = √6² + 8² =36 + 8², 64 =100 10 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കറക്റ്റ് സെൻറ്ററിൽ നിന്നും റേഡിയസ് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പോയിന്റ് കൃത്യമായിട്ട് സർക്കിളിൽ തന്നെ ആയിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും. ദ പോയിന്റ് 6, 8 ഓൺ ദ സർക്കിൾ. ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിന്റ്സ് ഓൺ ദിസ് സർക്കിൾ. അപ്പോൾ നമുക്ക് 8 പോയിന്റ്സ് കണ്ടുപിടിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഈ 0, 0 എന്നുള്ള പോയിന്റിൽ സർക്കിൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, റെഡ് മാർക്ക് ചെയ്യുന്ന പോയിന്റ്.
ഇത് സർക്കിളിലെ പോയിന്റ്. 4 പോയിന്റ് നമുക്ക് ഈ ആക്സിസിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ നമുക്കിവിടെ 0, 10 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിൻ്റെ തന്നെ താഴെ നോക്കുക. എക്സ് ആക്സിൽ 0, വൈ ആക്സിൽ -10. അപ്പോൾ 0, -10 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇവിടെ നോക്കുക. എക്സ് ആക്സിൽ -10, വൈ ആക്സിൽ 0. അപ്പോൾ -10, 0 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി നാലാമത്തെ പോയിന്റ്, ഈ പോയിന്റ്, അത് എക്സ് ആക്സിൽ 10 ആണ്, വൈ ആക്സിൽ 0. 10, 0. ഇങ്ങനെ നമുക്ക് 4 പോയിന്റ് കിട്ടി. അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം നേരത്തെ കിട്ടിയ ഒരു പോയിന്റ്, നമ്മുടെ 6, 8 എന്നുള്ള പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. അപ്പോൾ 6, 8 എന്നുള്ള പോയിന്റ് ഇവിടെ കണ്ടുപിടിക്കാം. എക്സ് ആക്സിൽ 6, വൈ ആക്സിൽ 8. നമുക്ക് ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യാം. 6, 8 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റ് 6, 8 ആണ്. ഇനി അതേപോലെ വന്നാൽ ഇവിടെ ഇതിൻ്റെ നേരെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇവിടെ വരേണ്ടത് ഇത് എക്സ് ആക്സിൽ -6 ആയിരിക്കും, വൈ ആക്സിൽ 8 തന്നെ കിട്ടും. അപ്പോൾ -6, 8 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി ഏഴാമത്തെ പോയിന്റ്, ഇതിൻ്റെ നേരെ താഴെ ഇതേപോലെ ഒരു പോയിന്റ് വരാം. അപ്പോൾ അത് എക്സ് ആക്സിൽ -6 തന്നെ, -6, അതുപോലെ വൈ ആക്സിൽ -8 വരുന്നൊരു പോയിന്റ്. ഇനി എട്ടാമത്തെ പോയിന്റ് ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വരാം. എക്സ് ആക്സിൽ 6 തന്നെ, വൈ ആക്സിൽ -8 വരും. അപ്പോൾ 6, -8. ഇങ്ങനെ നമുക്ക് 8 പോയിന്റ്സ് കിട്ടി.